ഈ വീട്ടില് മീനും പച്ചക്കറിയും ഒന്നും ഇല്ലാത്തപ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്നൊരു കറി ഉണ്ടാക്കിയെടുക്കണം, എന്നാൽ ആ ഒരൊറ്റ കറി വെച്ച് ചോറ് കഴിക്കാൻ വേണം, അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അധികം സ്റ്റെപ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത്. അത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പച്ചമുളക് മാത്രം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാ പിന്നെ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഈ ഒരൊറ്റ ഐറ്റം മതി കേട്ടോ, നമുക്ക് ഫുള്ള് ചോറ് കഴിക്കാനും വേറെ ഒരു കറികളുടെ ആവശ്യമില്ല. എന്നാ പിന്നെ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ഈ ചാനലിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ തന്നെ മറക്കാതെ അമർത്തിയേക്കണേ. എന്നാൽ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കണ്ടു നോക്കാം. അതിനായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ കുറച്ച് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇടയ്ക്കൊരു വെട്ടിട്ട് കൊടുത്ത് അതിനകത്തെ ആ സീഡ്സ് ഒക്കെ അങ്ങെടുത്ത് മാറ്റണം കേട്ടോ. പിന്നെ എരിവില്ലാത്ത പച്ചമുളക് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആരും പേടിക്കണ്ട, ഈ പച്ചമുളക് ചേർക്കുന്ന സമയത്ത് ചിലപ്പോ ഒരു പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും കേട്ടോ. അത് ഈ പച്ചമുളകിന്റെ ഒരു നേച്ചറാ. വെളിച്ചെണ്ണയിലോട്ട് ഇടുമ്പോഴേക്കും ഇങ്ങനെ ഒരു പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഇത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ പരുവം വരെയൊക്കെ ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഇതുപോലെ ഒന്നാവുമ്പോഴേക്കും ഇതിലേക്ക് അത്യാവശ്യം വലിയ ഒരു സൈസിൽ തന്നെ പുളിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. പുളിവും എരിവും മധുരവും ഒക്കെ ചേർന്ന ഒരു കറിയാട്ടോ ഇത്. ഇതുപോലെ ഇത്രയും വലുപ്പത്തിലുള്ള ഒരു പുളിയും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും കേട്ടോ. ഒരു 5 മിനിറ്റ് ധാരാളം മതിയാവും ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഞാനൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അരച്ചങ്ങോട്ടങ്ങ് മാറ്റി വെക്കാം. ഇനി വീണ്ടും അതേ പാനിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇട്ടപ്പോഴത്തേനും കുറച്ചധികം ആഡംബരമായി എന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ സൂക്ഷിച്ചിട്ടാ മതി കേട്ടോ. ഈ കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഈ മിക്സ് ഫുള്ളായിട്ട് തന്നെ നമുക്ക് അങ്ങ് എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഞാൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തില്ല. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം. ഒരു നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം ഈ പരുവൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ശർക്കര. ശർക്കരയും കൂടെ അങ്ങോട്ട് ചേർത്ത് ഈ ശർക്കരയൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായി ഈ മിക്സിന്റെ ഒക്കെ കളർ ഒന്ന് മാറി വരുന്നവരെയും വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇത് നമ്മുടെ പച്ചമുളക് വെച്ചുള്ള സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ട് വരും കേട്ടോ. ഈ കളറൊക്കെ ഒന്ന് മാറിയുണ്ടോ, ഇതുവരെയും ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതിയാവും. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമുളക് സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു ഐറ്റം കറി വെക്കാൻ ഒന്നും ഇല്ലാത്തപ്പോഴൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ. അപ്പൊ ട്രൈ ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ.